ആര്യാടൻ ഷൗക്കത്ത് പറയുകയാണ്, നിങ്ങൾ വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോകാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മാധ്യമ പ്രവർത്തകരുടെ മൈക്ക് തട്ടി മാറ്റിയിട്ട് ആ വണ്ടിയിൽ കയറി പോകുന്ന ധാർഷ്ട്യം. അതായത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വി വി പ്രകാശിനോടുള്ള പ്രതികാരമല്ലേ ഉള്ളത്. ഇത് നിലമ്പൂരെ ജനങ്ങൾ കാണാതെ പോകുമോ? കാരണം ഇദ്ദേഹം അവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന മുൻ മുനിസിപ്പൽ ചെയർമാൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ കാട്ടിക്കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങൾ, ഗുണ്ടായിസങ്ങൾ അവിടുത്തെ ചെറുകിട വ്യാപാരികൾ മറക്കത്തില്ല. അതോടൊപ്പം തന്നെ ഈ വി വി പ്രകാശിനെ സ്നേഹിക്കുന്ന ആളുകൾ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് സമയത്ത് വി വി പ്രകാശിന് സീറ്റ് കിട്ടിയപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഏറ്റവും ലാസ്റ്റ് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ച് വി വി പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അതെ അതിനുശേഷം ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വി വി പ്രകാശിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പോകുന്ന ആര്യാടൻ ഷൗക്കത്തിനെ നമ്മൾ കണ്ടതല്ലേ. അതിനുശേഷം വളരെ വിനീതനായ ഒരു മനുഷ്യന്റെ, അല്ലെങ്കിൽ ഒരു വിധേയത്വമുള്ള ഒരു മനുഷ്യന്റെ മൂടുപടം എടുത്തണിഞ്ഞ് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരെ ജനങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് മറന്നു കളയുമോ? എനിക്ക് തോന്നുന്നില്ല.